എല്ലാവരും ചോദിക്കുന്ന അടുത്തൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സപ്ലയറിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് ഉറപ്പെടുത്തുക. അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക് സപ്ലയർ ആണെങ്കിൽ പ്രൈവറ്റ് സപ്ലയർ ആണെങ്കിൽ ഇവർ കറക്റ്റ് നല്ല സപ്ലയർ ആണോ, അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഒരു കുഴപ്പം വരുത്താതെ കൊണ്ടുപോയി എന്നുള്ള കാര്യം എങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ള വലിയൊരു ഡൗട്ടാണ്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താ ഞാൻ കറക്റ്റ് പറയാം. നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് സപ്ലയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സപ്ലയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോപ്പോസോ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ ചൂസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണോ ആഡിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്, ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ പ്രൊഡക്റ്റ് പേജ് മൊത്തം സെറ്റപ്പ് ചെയ്തത്, ആ പ്രൊഡക്റ്റ് നിങ്ങൾ ആദ്യം ഒരു സാമ്പിൾ ഓർഡർ ചെയ്യുക. ആ സാമ്പിൾ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇടുന്ന പ്രൈസിന് പറ്റിയ തരത്തിലുള്ള ക്വാളിറ്റി ആണോ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ബോധ്യം ഉണ്ടാവും. നിങ്ങളൊരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോൾ ആ സാധനം ഇത്ര ക്വാളിറ്റി കാണുമ്പോൾ ഇത്ര വില ഇട്ടാൽ ഞാൻ വാങ്ങുമോ എന്നുള്ളൊരു കറക്റ്റ് ബോധ്യം നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇതിന്റെ പാക്കേജിങ് എങ്ങനെയുണ്ട്. അതായത് ഒരു ദൂരമായ നോർത്ത് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ യാത്രകൾ ഉണ്ടാവും ഈ പാക്കേജിന്. അപ്പോൾ അതിന് പാക്കേജിങ്ങിന്റെ മോശമാണെങ്കിൽ അത് പ്രശ്നങ്ങൾ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവും. മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ അതിന്റെ ഡെലിവറി ടൈം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെലിവർ ആവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റ് എത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ഏകദേശം ആ സപ്ലയറിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ റോപ്പോസോന്റെ കേസ് വെച്ചാൽ റോപ്പോസോന്റെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സപ്ലയർ ആയിരിക്കും. അവർ ആ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത പേജിൽ തന്നെ പോയി കഴിഞ്ഞാൽ അടിയിൽ അവരുടെ ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി വേണം, കുറച്ചുകൂടി ക്വാളിറ്റി നന്നാക്കണം എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഇത്ര ഓർഡേഴ്സ് വരുന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ ആ പ്രോസസ്സ് സിമ്പിൾ ആവും. ആ സപ്ലയറായിട്ട് കണക്ഷൻ വരും. അങ്ങനത്തെ തരത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഓർഡർ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. സപ്ലയറിന്റെ ബെസ്റ്റ് ക്വാളിറ്റി ആണോ എന്നുള്ള വെരിഫൈ ചെയ്യാൻ പറ്റും.